Hello students, today our topic is set associative mapping, which is a combination of direct and associative mapping. That is, both the strengths of direct and associative approaches will be provided here. That is, cache is divided into number of sets of lines. Each set contains fixed number of lines. അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാഷ് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് സെറ്റ്സ്. ഓക്കെ, ഓരോ സെറ്റിലും ഫിക്സ്ഡ് നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി എ ഗിവൻ ബ്ലോക്ക് മാപ്സ് ടു എനി ലൈൻ ഇൻ എ ഗിവൻ സെറ്റ് ഡിറ്റർമൈൻഡ് ബൈ ദാറ്റ് ബ്ലോക്ക്സ് അഡ്രസ്. അതായത് ബ്ലോക്ക് അഡ്രസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏത് ബ്ലോക്കാണ് ഏത് സെറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ സെറ്റിൽ ഒരു സെറ്റിൽ ഏത് ലൈനിലേക്കാണ് അങ്ങനെ അതും മനസ്സിലാക്കാൻ പറ്റും ബ്ലോക്ക് അഡ്രസ്സിൽ നിന്ന്. ഓക്കെ, സോ ബ്ലോക്ക് ബി ക്യാൻ ബി ഇൻ എനി ലൈൻ ഓഫ് സെറ്റ് ഐ. അപ്പോൾ സെറ്റ് ഉണ്ടെങ്കിൽ ആ സെറ്റിൽ ഏതെങ്കിലും ഒരു ലൈനിൽ ആയിരിക്കും ബ്ലോക്ക് ബി മാപ്പ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ഇതാണ് ടു വേ അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറയും. എന്താണ് ടു വേ? ടു വേ എന്ന് പറയുന്നത് ആക്ച്വലി അത് 2 ലൈൻസ് പെർ സെറ്റ് എന്നാണ്. ദാറ്റ് ഈസ് ശരിക്കും ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ കെ വേ അസോസിയേറ്റീവ് മാപ്പിംഗ് എന്നാണ് പറയുക. അപ്പം കെ വേ സെറ്റ് അസോസിയേറ്റീവ് മാപ്പിങ്ങിൽ കെ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് 2 ലൈൻസ് പെർ സെറ്റ്, അതായത് ഒരു സെറ്റിൽ 2 ലൈൻസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് 2 വേ ഉണ്ട്, അതുപോലെ തന്നെ 4 വേ, 8 വേ, ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് സിംപ്ലിഫിക്കേഷന് വേണ്ടി നമുക്ക് ഇവിടെ 2 വേ കൺസിഡർ ചെയ്യാം. ആൻഡ് എ ഗിവൻ ബ്ലോക്ക് ക്യാൻ ബി ഇൻ വൺ ഓഫ് ദ 2 ലൈൻസ് ഇൻ ഓൺലി വൺ സെറ്റ്. അതായത് ഒരു സെറ്റിൽ ഇവിടെ 2 ലൈൻസ് ആണല്ലോ പറഞ്ഞത്, അപ്പം ആ ബ്ലോക്ക് ഏതെങ്കിലും ഒരു ലൈനിലായിരിക്കും മാപ്പ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത പോലെ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. ദാറ്റ് ഇസ് മെയിൻ മെമ്മറി കൺസിസ്റ്റ് ഓഫ് 64 വേർഡ്സ്. Okay, and each block will have 4 words. So we have number of blocks എന്ന് പറയുന്നത് 64 divided by 4, 16 blocks, B0 to B15. പിന്നെ അടുത്തത് ക്യാഷ് മെമ്മറിയാണ്. ക്യാഷ് മെമ്മറി അതേപോലെ തന്നെ 16 വേർഡ്സ് ആയിരിക്കും. 16 വേർഡ്സ് ദാറ്റ് മീൻസ് 4 വേർഡ്സ് പെർ ലൈൻ. സോ വി ഹാവ് 16 by 4, ദാറ്റ് മീൻസ് 4 ലൈൻസ്, 4 ലൈൻസ് ആയിരിക്കും ഇതിലുണ്ടാവുക. ലൈൻ 0, ലൈൻ 1, ലൈൻ 2, ലൈൻ 3. നൗ ഇവിടെ നമ്മൾ പറയുന്നത് ലൈൻ സൈസ് ഈക്വൽ ടു ബ്ലോക്ക് സൈസ് ആണ്, അതുകൊണ്ടാണ് 4 വേർഡ്സ് തന്നെ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കെ വേ സെറ്റ് അസോസിയേറ്റീവിലാണെങ്കിൽ 2 വേ ആണ് എടുക്കുന്നത്. അപ്പോൾ 2 വേ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കെ കമ്പാരറ്റേഴ്സ് വിൽ ബി റിക്വയർഡ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പിന്നീട് നോക്കാം എങ്ങനെയാണ് ഈ കമ്പാരറ്റേഴ്സ്, എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് നമ്പർ ഓഫ് സെറ്റ്സ് കാണാം. അപ്പോൾ ഈ നമ്പർ ഓഫ് സെറ്റ്സ് എന്താണ്? നമ്പർ ഓഫ് ലൈൻസ് ഡിവൈഡഡ് ബൈ കെ. അപ്പം ക്യാഷ് മെമ്മറിയിൽ സെറ്റ്സ് എത്രയാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് ഡിവൈഡഡ് ബൈ കെ ആണ്. വേറെ കെ എന്താണ്? കെ വേ അസോസിയേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നമ്പർ ഓഫ് ലൈൻസ് ഇവിടെ എത്രയാണ്? 4 ആണ്. സോ 4 ഡിവൈഡഡ് ബൈ കെ എത്രയാണ്? 2. 2 വേ ആണെങ്കിൽ 2. സോ ഇറ്റ് വിൽ ബി 2. ദാറ്റ് മീൻസ് 2 സെറ്റ്സ് ആണ് ഇവിടെ ഉണ്ടാവുക. സെറ്റ് 0, സെറ്റ് 1. ഓക്കെ, അപ്പം സെറ്റ് 0 എന്ന് പറയുന്നത് ഇപ്പോൾ ലൈൻ 0, ലൈൻ 1 വിൽ ബി in set 0 and line 2, line 3 will be in set 1. ഓക്കെ, അങ്ങനെയാണ് 2 ലൈൻസ് പെർ സെറ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി നോക്കേണ്ടത് മാപ്പിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നത്? അതായത് മെയിൻ മെമ്മറിയിൽ നിന്നുള്ള ബ്ലോക്ക് എങ്ങനെയാണ് ക്യാഷ് മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മാപ്പിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുക. അതായത് ഡയറക്റ്റ് മാപ്പിങ്ങിൽ നമ്മൾ ഒരു ഫോർമുല യൂസ് ചെയ്തത് ഓർമ്മയില്ലേ? ആ ഫോർമുല ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്തിരുന്നത് എന്താ? കെ മോഡ് എൻ ആയിരുന്നു അല്ലേ? ഡയറക്റ്റ് മാപ്പിങ്ങിൽ ഓർമ്മയുണ്ടെങ്കിൽ കെ മോഡ് എൻ ആയിരുന്നു നമ്മൾ അവിടെ യൂസ് ചെയ്ത ഫോർമുല. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കെ മോഡ് എസ് എന്നാണ്. വേർ കെ എന്താണ്? ബ്ലോക്ക് നമ്പർ, അതായത് ഏത് ബ്ലോക്കാണ് മാപ്പ് ചെയ്യുന്നത് അത് ബ്ലോക്ക് നമ്പർ. ആൻഡ് എസ് എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് സെറ്റ്സ് ആണ്. സോ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഫോർ എക്സാമ്പിൾ ഇപ്പം ബ്ലോക്ക് 0 ആണ് ക്യാഷ് മെമ്മറിയിലേക്ക് കൊണ്ടുവരേണ്ടതെങ്കിൽ എന്തായിരിക്കും? 0 mod 2. ഓക്കെ, വേർ 2 എന്താ? നമ്പർ ഓഫ് സെറ്റ്സ്. ഓക്കെ, സോ 0 mod 2 എത്രയാണ്? 0. ദാറ്റ് മീൻസ് ഇവിടെ സെറ്റ് 0യിലേക്കായിരിക്കും ബ്ലോക്ക് 0
മാപ്പ് ചെയ്യാം. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഓൾവേസ് കം ടു ദാറ്റ് സെറ്റ് B0. അപ്പം B0 പക്ഷേ 2 ലൈൻസ് ഉണ്ടല്ലോ ഒരു സെറ്റിൽ, അതുകൊണ്ട് B0 ഇറ്റ് മേ ആക്ച്വലി ഗോ ഇൻ ടു ലൈൻ 0 ഓർ ലൈൻ 1. അവിടെയാണ് നമ്മൾ ഈ ഒരു അസോസിയേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഡയറക്റ്റ് മാപ്പിംഗ് പറഞ്ഞല്ലോ, അത് വെച്ചിട്ടാണ് ഡയറക്റ്റ്ലി അതായത് ഫോർമുല വെച്ച് മാപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ ഒരു സെറ്റിൽ വരുന്ന സമയത്ത് സെറ്റ് 0 ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ബ്ലോക്ക് 0. പക്ഷേ അതിൽ 2 ലൈൻസ് ഉണ്ട്, ആ ലൈൻസിൽ ഏത് ലൈനിൽ വേണമെങ്കിലും മാപ്പ് ആവാം. അതാണ് അസോസിയേറ്റീവ് മാപ്പിങ്ങിൻ്റെ കോൺസെപ്റ്റ് അല്ലേ. ഇനി നമുക്ക് നോക്കാം B1. ഇനി B1 എന്ന് പറയുന്നത് എന്താ? അപ്പം ഇവിടെ നമുക്ക് ബ്ലോക്കിൻ്റെ നമ്പർ എത്രയാണ്? 1. സോ 1 mod 2 എത്രയാണ്? 1. അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റ് 1ലായിരിക്കും B1 മാപ്പ് ആവുക. അപ്പോൾ അത് 2 ലൈൻസിൽ ഏത് വേണമെങ്കിലും മാപ്പ് ആവാം. ഇനി നമുക്ക് B2 നോക്കാം. അപ്പോൾ B2 എന്താണ്? 2 mod 2. അപ്പോൾ എത്രയാണ്? 0. അതുകൊണ്ട് അത് സെറ്റ് 0ലേക്ക് വരും. അതേപോലെ ഇപ്പോൾ ഇവിടെ നമുക്ക് B0, B2, B4, B8 അങ്ങനെ എല്ലാതും B14 വരെ സെറ്റ് 0ലായിരിക്കും മാപ്പ് ചെയ്യുക. ഓക്കെ. അതേപോലെ ഇപ്പം B1, B3, B5, B7 till B15. ഓക്കെ, B15 എന്ന് വെച്ചാൽ 16 ബ്ലോക്സ് അല്ലേ, അപ്പോൾ അത്രയും മാത്രം. അപ്പോൾ ഒരു സമയത്ത് ഒരു ബ്ലോക്ക് മാത്രമേ വരൂ, പക്ഷേ അതിൻ്റെ ഏതൊക്കെ വരാം അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം സെറ്റ് 0ൽ വരുന്നത് ഈ ബ്ലോക്സ് ആണ് B0 to B14, വെരാസ് സെറ്റ് 1ൽ വരുന്നത് B1, B3 till B15. ഓക്കെ, അതാണ് അതിൽ കോൺസെപ്റ്റ്. ഇനി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നോക്കാം. നമുക്കിപ്പോൾ അറിയാം നേരത്തെ എക്സാമ്പിൾ പ്രകാരം നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ ഫിസിക്കൽ അഡ്രസ് എത്രയാണ്? 6 ബിറ്റ്. ഇനി ഈ 6 ബിറ്റ് ഫീൽഡ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു 3 ഫീൽഡ്സ്. 6 ബിറ്റ് അഡ്രസ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു 3 ഫീൽഡ്സ്. 3 ഫീൽഡാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ലോവർ ഓർഡർ 2 ബിറ്റ് ഫീൽഡ് വിച്ച് ഇസ് ഫോർ ദ വേർഡ് ഓഫ് സെറ്റ്. അതായത് വേർഡ് എന്ന് പറയുന്നത് 4 വേർഡ്സ് ആണല്ലോ, ആ 4 വേർഡ്സ് ഒരു ബ്ലോക്കിൽ അത് ഏതൊക്കെയാണ് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ 4 വേർഡ്സ് ആയതുകൊണ്ട് 2^2 ദാറ്റ് ഇസ് 2 ബിറ്റാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ. ഇനി നമുക്ക് നോക്കാം അതിൻ്റെ 1 ബിറ്റ് ഫീൽഡ്, അത് സെറ്റ് ഓഫ് സെറ്റാണ്. അതായത് എത്ര നമ്പർ ഓഫ് സെറ്റ്സ് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 സെറ്റ് അല്ലേ. അപ്പോൾ 2 സെറ്റ് എന്ന് പറയുമ്പോൾ എത്ര ബിറ്റ് ഉണ്ടാവും? 1, കാരണം 2^1 ആണ്. അപ്പം അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സെറ്റ്സ് നമ്പർ ഓഫ് സെറ്റ്സ് എത്രയാണോ, ഇപ്പോൾ 2 സെറ്റ്സ് ആണെങ്കിൽ 1 ബിറ്റ് മതിയാവും. 0 എന്ന് പറയുന്നത് സെറ്റ് 0, 1 എന്ന് പറയുന്നത് സെറ്റ് 1. ഓക്കെ, അങ്ങനെയാണ് ഒരു ബിറ്റ് ഫീൽഡ്. ഇനി അടുത്തത് റിമൈനിങ് അപ്പോൾ എത്ര ഉണ്ടാവും? 3 ബിറ്റ് ആയിരിക്കും അല്ലേ, കാരണം 2 ബിറ്റ് ലോവർ ഫീൽഡിലേക്ക് പോയി, ദെൻ 1 ബിറ്റ് സെറ്റ് ഓഫ് സെറ്റ്, അപ്പോൾ 3 ബിറ്റ്സ് പോയി. ഇനി റിമൈനിങ് 6 ബിറ്റിൽ 3 ബിറ്റാണ്, അപ്പോൾ അതാണ് ടാഗ് ഫീൽഡ്. ഓക്കെ, സോ ദ ഹയർ ഓർഡർ 3 ബിറ്റ്സ് ഓഫ് ദ മെമ്മറി അഡ്രസ് ഇസ് സ്റ്റോർഡ് ഇൻ ദ 3 ടാഗ് ബിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൽ നോക്കാം. മെയിൻ മെമ്മറിയിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാഗ് അല്ലെങ്കിൽ ബ്ലോക്ക് നമ്പർ ആണത്, ദെൻ ബ്ലോക്ക് ഓഫ് സെറ്റ്, ദെൻ വീണ്ടും ബ്ലോക്ക് നമ്പർ ഇസ് ഡിവൈഡഡ് ഇൻറ്റു ടാഗ് ആൻഡ് സെറ്റ് ഓഫ് സെറ്റ്. ഓക്കെ, നൗ അതിന് ഇവിടെ നമുക്ക് നോക്കാം ബ്ലോക്ക്, അതായത് ബ്ലോക്ക് നമ്പറും ബ്ലോക്ക് ഓഫ് സെറ്റുമാണ്. ബ്ലോക്ക് നമ്പർ ഡിവൈഡഡ് ഇൻറ്റു, ഈ ഒരു എക്സാമ്പിൾ പ്രകാരം ബ്ലോക്ക് ഓഫ് സെറ്റ് എത്രയാണ്? 2 ആൻഡ് സെറ്റ് നമ്പർ എത്രയാണ്? 1. അതായത് 1 ബിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 2 ബിറ്റ്സ് 1 ബിറ്റ് ആൻഡ് റിമൈനിങ് 3 ബിറ്റ്സ് ഫോർ ടാഗ്. സോ ദ ബ്ലോക്ക് നമ്പർ ഇസ് ഡിവൈഡഡ് ഇൻറ്റു ടാഗ് ആൻഡ് സെറ്റ് നമ്പർ. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അതായത് ഇപ്പം ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് CPU ജനറേറ്റ് ചെയ്തിരിക്കുന്നത് സപ്പോസ് 0100000 എന്നാണ്. ഓക്കെ, അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് 2 ബിറ്റ്സ് അത് വേർഡ് ഓഫ് സെറ്റ്, ദെൻ നെക്സ്റ്റ് ബിറ്റ് സെറ്റ് നമ്പർ, ദെൻ 010 ടാഗ് അല്ലേ. അപ്പോൾ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇപ്പം അതിൻ്റെ സെറ്റ് നമ്പർ എന്താണെന്ന് നോക്കൂ. അപ്പോൾ CPU സെറ്റ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 0 ആണ് അല്ലേ. അപ്പോൾ സെറ്റ് 0ലേക്കാണ് പോകേണ്ടതെന്ന് മനസ്സിലാവും. സോ സെറ്റ് 0 ആണ് ഇനി ചെക്ക് ചെയ്യുക. ഇനി സെറ്റ് 0ൽ 2 ടാഗ്സ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ 2 ടാഗ്സ് ഉള്ളത്, ഓരോ ടാഗും ഇവിടെ അഡ്രസ്സിൻ്റെ ടാഗും വെച്ച് കമ്പയർ ചെയ്യും. അതാണ് നമ്മൾ ഈ പറഞ്ഞ കമ്പാരറ്റേഴ്സ്. അപ്പോൾ 2 വേ ആണെങ്കിൽ 2 കമ്പാരറ്റേഴ്സ് ആണ് വേണ്ടത്. ദാറ്റ് മീൻസ് K വേ ആണെങ്കിൽ K കമ്പാരറ്റേഴ്സ് ആണ് ഇവിടെ കമ്പയർ ചെയ്യാൻ വേണ്ടി വേണ്ടത്. സോ ഇവിടെ ഇപ്പം 010 വിൽ ബി കമ്പയർഡ് ടു 010 ഓഫ് ദ ഫിസിക്കൽ അഡ്രസ്. ഇഫ് ബോത്ത് ആർ സെയിം ഓർ ബോത്ത് മാച്ച്, then there will be a cache hit.
ഓക്കെ, സപ്പോസ് അത് സെയിം അല്ല എന്ന് വിചാരിക്കുക. അപ്പം 010 അല്ല, അതായത് ഇവിടെ ഉള്ളത് ടാഗിൻ്റെ അവിടെ സപ്പോസ് വേറൊരു നമ്പറാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ക്യാഷ് മിസ്സായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഇതിലേക്ക് പോവും. അപ്പോൾ നെക്സ്റ്റ് ടാഗ് കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കും. അതിന് സെയിം ആണെങ്കിൽ ക്യാഷ് ഹിറ്റ് എന്ന് പറയും. ക്യാഷ് അപ്പോൾ അവിടെ ബ്ലോക്കിൽ അതിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്കിതിൽ നോക്കാം, അതായത് ഇപ്പോൾ ടാഗിൻ്റെ ഇതെന്താണ് സിഗ്നിഫിക്കൻസ്. ടാഗിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പം സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 4 ലൈൻസ്. ഓക്കെ, അപ്പം 4 ലൈൻസ് പറയുമ്പം ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യുന്നത് ബ്ലോക്സ് എത്രയാണെന്ന്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കേസിൽ B0, B2, B4, B8 അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 8 ബ്ലോക്സ് ആണ് ഒരു ലൈനിൽ വരാം. ഒരു സെറ്റിൽ, അതായത് സെറ്റിൽ 2 ലൈൻ ഉണ്ടല്ലോ, അപ്പം 2 ലൈനിൽ 8 ബ്ലോക്സ് ആയിട്ടാണ് വരാം. സോ 8 ലൈൻസ്, അതായത് ഈ ടാഗ് എന്ന് പറയുന്നത് 3 ബിറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 8 ബ്ലോക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടാഗ്. അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലൈൻ 0 ആണെങ്കിൽ ബ്ലോക്സ് ഏതൊക്കെയാണ്? 0, 2, 4, 8 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ നമുക്ക് ലൈൻ 0യിൽ വരുന്ന ബ്ലോക്സ് എന്ന് പറയുന്നത് 0, 2, 4, 8, 14 വരെ അല്ലേ. അപ്പോൾ ടാഗ് എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ ബ്ലോക്ക് 0 ആണെങ്കിൽ ടാഗ് 000 ആയിരിക്കും. ബ്ലോക്ക് 2 ആണെങ്കിൽ ടാഗ് 001 ആയിരിക്കും. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പം അതായത് ഇപ്പോൾ ക്യാഷ് ലൈൻ 0യിൽ 8 ബ്ലോക്സ് ആണ്. ആ 8 ബ്ലോക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് 3 ബിറ്റ് ഫീൽഡ്. ഓക്കെ, 2⁻3 = 8 ആണ്, അതുകൊണ്ട് 3 ബിറ്റ് ഫീൽഡ്. അപ്പോൾ അത് 0, 2, 4, 8, 14 വരെ. ഇനി അടുത്ത ലൈൻ എന്ന് പറയുന്നത് അടുത്തത് സെറ്റ് 1ലാണ്. ആക്ച്വലി സെറ്റ് 1ലുള്ള ക്യാഷ് ലൈൻ 0 ആണെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ബ്ലോക്ക് ഏതാ? 1, 3, 5, 7 till 15. അപ്പോൾ അതും അതേപോലെ 000 ആണ് ബ്ലോക്ക് 1, 001 ആണ് ബ്ലോക്ക് 3. അങ്ങനെ ഓരോന്നിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഏത് ബ്ലോക്കാണ് അവിടെ വന്നിരിക്കുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ടാഗ്. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് അസോസിയേറ്റീവ് ക്യാഷ് മെമ്മറി ഹാസ് ഹയസ്റ്റ് ഹിറ്റ് റേഷ്യോ കമ്പയർഡ് ടു ഡയറക്റ്റ് ആൻഡ് ഫുള്ളി അസോസിയേറ്റീവ് മാപ്പിംഗ്. ദസ് ഇറ്റ്സ് പെർഫോമൻസ് ഇസ് കൺസിഡറബിളി ബെറ്റർ. അതായത് ഹിറ്റ് കൂടുതലായിരിക്കും, ക്യാഷ് ഹിറ്റ് വരുന്നത്, അതാണ് നമുക്ക് വേണ്ടത് അല്ലേ. ആൻഡ് ഫ്യൂവർ കോൺഫ്ലിക്റ്റ് മിസ്സസ്. അപ്പം കോൺഫ്ലിക്റ്റ് മിസ്സസ് കുറവായിരിക്കും. അപ്പോൾ നേരത്തെ ഫുള്ളി അസോസിയേറ്റീവിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് കോൺഫ്ലിക്റ്റ് മിസ്സ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് കോൺഫ്ലിക്റ്റ് മിക്സ്. അപ്പോൾ അത് ഒഴിവാക്കുന്നത് ആണ് ഇവിടെ. ദാറ്റ് ഇസ് സെറ്റ് അസോസിയേറ്റീവിൽ അത് ഒഴിവാക്കുന്നുണ്ട്. അപ്പം കുറവായിരിക്കും. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഫോർ K-way സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് K കമ്പാരറ്റേഴ്സ് ആർ റിക്വയർഡ്. ഓക്കെ, K കമ്പാരറ്റേഴ്സ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞില്ലേ, അതായത് 2 കമ്പാരറ്റർ ഇവിടെ വേണം. ആക്ച്വലി ഈ 2 ടാഗ്സ് കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ 2 കമ്പാരറ്റർ വേണ്ടി വരും. സോ K-way ആണെങ്കിൽ K കമ്പാരറ്റേഴ്സ് വേണ്ടി വരും. നെക്സ്റ്റ്, സെറ്റ് അസോസിയേറ്റീവ് ക്യാഷ് മെമ്മറി ഈസ് വെരി എക്സ്പെൻസീവ്. അത് എക്സ്പെൻസീവ് ആണ്. ആസ് എ സെറ്റ് സൈസ് ഇൻക്രീസസ് കോസ്റ്റ് ഇൻക്രീസസ്. അപ്പോൾ സെറ്റിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് കോസ്റ്റ് കൂടും. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് സെറ്റ് 2 ആണല്ലോ. അപ്പോൾ 2 എന്ന് പറയുമ്പം 2 സെറ്റ്സ് ആണ്. ഓരോ സെറ്റിലും 2 ലൈൻസ് ആണ്. പക്ഷേ അതിൻ്റെയും ചിലപ്പം സൈസ് ചിലപ്പോൾ കൂടും. സൈസ് കൂടുന്നതനുസരിച്ച്, സെറ്റിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് കോസ്റ്റും കൂടും. ഓക്കെ.